തരമാറ്റില്ലണമെങ്കിൽ നവ്യ ആദർശിനോടും നയനയോടും മനസ്സ് തുറക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുത്തശ്ശൻ നയനയെയും ആദർശിനെയും അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഇതേ സമയം നയന അതീവ സന്തോഷത്തിലാണ്. പക്ഷേ അവന്തികയും അവളുടെ അച്ഛനും വളരെ ദുഃഖത്തിലാണ്. ആദർശ് മടങ്ങി വന്നാൽ അനിയുടെ MD സ്ഥാനം പോവും. പിന്നെ തങ്ങളുടെ പദ്ധതിയൊന്നും വിജയിക്കില്ല എന്ന് തിരിച്ചറിയുന്ന അവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കരുക്കൾ നീക്കുന്നുണ്ട് എന്ന് കാണാം. പക്ഷേ മുത്തശ്ശൻ്റെ വാക്കുകൾക്കപ്പുറം ജാനകിക്ക് കടന്നു പോകാനായിട്ട് കഴിയുന്നില്ല. ജാനകിയുടെ എല്ലാ വാക്കുകളെയും മുത്തശ്ശൻ പൊളിച്ചടുക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാനായിട്ട് നിൽക്കേണ്ട ജാനകി, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്ന് പറയുന്നത് കാണാം. അങ്ങനെ നയനയും ആദർശം വന്നു കഴിയുമ്പോൾ നവ്യയ്ക്കാണെങ്കിൽ അവരോട് മനസ്സ് തുറക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് കാണാം. ഇതേ സമയം രണ്ടാളെയും ഒരുമിച്ച് കിട്ടുന്ന സമയമാണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്ത് പറയാനാ, നിനക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താനല്ലേ ഏത് നേരവും നേരമുള്ളൂ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. നയനയാണെങ്കിൽ ആദർശേട്ടാ എന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ട് വരാമെന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ നവ്യയും ആദർശും നയനയും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ നവ്യയാണെങ്കിൽ ആദർശിനോട് സോറി പറയുന്നു. തെറ്റ് എൻ്റെ ഭാഗത്താണ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ വിശ്വസിക്കണമായിരുന്നു. എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതിന് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അഭിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന വലിയ രഹസ്യം താൻ തിരിച്ചറിഞ്ഞു എന്നും ഇപ്പോൾ AN ജ്വല്ലറിയെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആദർശേട്ടനിടയ്ക്ക് ഒരു അനോമൻസായിട്ട് മെസ്സേജ് വരുന്നത് അത് ഞാൻ തൻ്റെ കൂട്ടുകാരിയെ കൊണ്ട് അയക്കുന്നതാണെന്നും പറയുമ്പോൾ ആദർശനും നയനയ്ക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട്. ആദർശൻ നവ്യയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, സഹതാപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യമറിഞ്ഞിട്ടും നീ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ സത്യം തിരിച്ചറിഞ്ഞല്ലോ, സ്നേഹം മാത്രമേ ഉള്ളൂ നവ്യയെ എന്ന് പറയുന്നതും അങ്ങനെ അവർ 3 പേരും വീണ്ടും ഒരേ സഹോദരങ്ങളായി മാറുന്നതും കാണാനായിട്ട് കഴിയും.